ഈ WCC എന്ത് ചെയ്യായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പരിധിവരെ ഉത്തരമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനൊരു പൊസിഷനിലേക്ക് ഒരു കേരള സമൂഹത്തിനെ കൊണ്ടെത്താനും അറ്റൻഷൻ ഇവിടേക്ക് എത്തിക്കാനും കഴിഞ്ഞത് തന്നെ ആദ്യത്തെ വിജയം എന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ വർത്തമാനം പറയാൻ തോന്നുന്നത്? ഈ പറഞ്ഞ കാര്യമല്ല ഇപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. കുറേ പെണ്ണുങ്ങൾ, ഫെമിനിസ്റ്റുകൾ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പം ആ കാലത്ത് പലരും, എൻ്റെ സുഹൃത്തുക്കൾ പോലും പറഞ്ഞിട്ടുണ്ട്, 1 വർഷം കഴിഞ്ഞ് അതൊക്കെ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്കങ്ങനെ പിരിഞ്ഞു പോകാൻ പറ്റില്ല. നമ്മൾ ഫൈറ്റ് ഔട്ട് ചെയ്തേ പറ്റൂ. കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ പണിയെടുക്കുന്ന ഈ തൊഴിലിടം മാറ്റാനുള്ള പണികൾ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്കും, ഇപ്പോഴും WCC ഇല്ലേ, നിങ്ങളവിടെ ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കും. വളരെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പം എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. വേറെ ഒരാളോട് പോലും, വേറൊരു അമ്മയിലെ ഒരു മെമ്പറുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഫെഫ്കയിലെ ഒരു മെമ്പറുടെ അടുത്ത് പോയിട്ട് ആരും ചോദിക്കില്ല, നിങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഓർഗനൈസേഷൻ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കില്ല. അത് ഞങ്ങളുടെ അടുത്ത് മാത്രമേ ചോദിക്കുള്ളൂ. ഞങ്ങളെപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഇനി എന്തായാലും ആർക്കും ഞങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഈ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് അയാൾ ഫൈറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നിടത്തു നിന്നാണ് ഈ ഊർജം തുടങ്ങുന്നത്. പിന്നീട് പലരും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഈ സംഘടന ഈ തലത്തിൽ വരെ എത്തിയത്. ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ തന്നെ ഈ നാൾ വഴികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും കളിയാക്കലുകളും ട്രോളുകളുമാണ് പ്രധാനപ്പെട്ട പ്രശ്നമായത്. അതായത് ഈ ട്രോളുകളെയൊക്കെ എങ്ങനെ അതിജീവിക്കേണ്ടതെന്ന് സപ്പോർട്ടേഴ്സിന് പോലും, ഒരുപക്ഷെ നമ്മളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന വിളി കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ചിലപ്പോഴൊക്കെ അറിഞ്ഞില്ല. കാരണം പ്രത്യക്ഷത്തിലൊരു സംഘടന ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ WCC ഇല്ല. അപ്പം എല്ലാവരും ചോദിച്ചു, ഈ WCC എന്തിനാണ്? ആ സ്ത്രീയുടെ പ്രശ്നം, ഈ സ്ത്രീകളുടെ പ്രശ്നം ഇതൊന്നും പരിഹരിക്കപ്പെടുന്നില്ലല്ലോ, എന്താണ് പിന്നെ WCCയുടെ പ്രസക്തി? അവിടെയാണ് ചില ട്രോളുകൾ ഉണ്ടായത്, കാരവാൻ ട്രോൾ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടായത്. ആ സമയത്തും എങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്ത് പോകേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല WCC? നോക്കൂ, പിന്നെ എല്ലാ ഇൻഡിവിജ്വൽ ഇഷ്യൂസും ഏറ്റെടുക്കാനുള്ള ഒരു സ്ട്രക്ചറല്ല WCCക്കുള്ള. വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ. അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രധാനമായിട്ടും ഒരു എന്താ പറയുക, സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പണികൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ അതിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോളിസി ചേഞ്ചിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള പണികൾ എങ്ങനെ എടുക്കാൻ പറ്റും എന്നായിരുന്നു ഞങ്ങൾ തുടക്കം മുതലേ നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കിത് മനസ്സിലായി, ഡേ ടു ഡേ ഇഷ്യൂസിൽ ഇടപെട്ടുകൊണ്ടൊന്നും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിലല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പണികളിൽ സൈലൻ്റായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആവുമ്പം തന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ വളരെ ലൗഡായിട്ട് ചില ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ നിന്ന് ഞങ്ങളുടെ പെൺകുട്ടികൾ ഇറങ്ങി വന്നിട്ടുണ്ട്, മെമ്പേഴ്സായിട്ടുള്ളത്. കാരണം അമ്മയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ WCC മെമ്പേഴ്സ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്കൊരു റീസൺ ഉണ്ടായിരുന്നു. കാരണം അതിജീവിതയോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു റീസണ് വേണ്ടിയിട്ടായിരുന്നു ആ കാലത്തെല്ലാം അവൾക്കൊപ്പം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളതൊക്കെ ചെയ്തത്. ടു ലൗഡ് തന്നെയായിരുന്നു, ആ ലൗഡ്നെസ് ആവശ്യമായിരുന്നു ആ കാലത്ത്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള പണികൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനെ കാണുക എന്നുള്ളത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്, എല്ലാം ഈ സെക്ഷൽ ഹറാസ്മെൻ്റ് ആവണമെന്നില്ല, നേരെ മനസ്സിട്ട് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്, വിവേചനത്തിൻ്റെ പല തലങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ തൊഴിലിടത്ത് നടക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ അത് ഞങ്ങൾ പറയുമ്പം എപ്പോഴും നമ്മളുടെ എന്തൊരു പേഴ്സണൽ താല്പര്യത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വെറുതെ WCCക്കാർ പറയുന്നതാണ്, കുറേ പെണ്ണുങ്ങൾ വെറുതെ ഓരോന്ന് പറയുന്നു എന്നതിലായിരുന്നു യഥാർത്ഥത്തിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു പഠനം വന്നാൽ മാത്രമേ അത് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡായിട്ട് വരുള്ളൂ. പിന്നെ ആർക്കും പറയാൻ പറ്റില്ല ഇത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പം ഗവൺമെൻറ് തന്നെ ഒരു പോളിസി ഉണ്ടാക്കും അത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് എന്ന് ആദ്യം പറയണമല്ലോ.
വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചത്, കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങളതിൻ്റെ പുറകെ നിൽക്കുവാണ്. എന്താണ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത്, എന്താണ് ഇൻഡസ്ട്രിയുടെ കണ്ടീഷൻ എന്നാണ് ഹേമ കമ്മിറ്റി പറഞ്ഞത് എന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം കുറേ നിർദ്ദേശങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇന്ന നിർദ്ദേശങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, പനിയാണ്, പനിക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ മതി എന്നാണ് നിങ്ങൾ പറയുന്നത്, പക്ഷെ പനി വരാനുള്ള കാരണം എന്താണ് എന്ന് പറയണ്ടേ ഞങ്ങളോട്? പക്ഷെ അതാരും പറയുന്നില്ല. ഞങ്ങളിങ്ങനെ കത്തുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മിനിസ്ട്രിയിലേക്ക്. അപ്പോൾ പറഞ്ഞു, ഒരു ഘട്ടം കഴിയുമ്പോൾ പറഞ്ഞു ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പറയരുതെന്ന്. അപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ ഗവൺമെൻറ് പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഗവൺമെൻറ് അതിലൊരു ഡിസിഷൻ എടുക്കും. 4 വർഷം നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭാഗ്യത്തിന് മാധ്യമപ്രവർത്തകർ ഈ റൈറ്റ് ഫോർ ഇൻഫർമേഷൻ പ്രകാരം അതിന് ഒരു മുന്നോട്ട് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പണികൾ എടുത്തു. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന, ഇപ്പം മിനിസ്റ്റർ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴല്ലേ പുറത്തേക്ക് വന്നത്, ഇനിയാണല്ലോ പഠിക്കുന്നത് എന്ന്. അപ്പം നേരത്തെ ഇതൊന്നും പഠിച്ചില്ലേ, അവരുടെ കയ്യിലല്ലേ ഇതൊക്കെ ഇരുന്നിരുന്നത്. മാറ്റിവെച്ച പേജുകളും മന്ത്രിയുടെ മുന്നിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ മന്ത്രി ഓഫീസിലുണ്ട്. അത് പുറത്ത് കാണിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് പഠിക്കാം. ഞങ്ങൾക്ക് അറിയണം അതിലെന്താ ഉള്ളത് എന്നുള്ളത്, എന്തുകൊണ്ടത് മാറ്റിവെക്കപ്പെട്ടു എന്നുള്ളത് മിനിസ്റ്റർ പറയേണ്ടതുണ്ട് നമ്മളടുത്ത്. അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചത്, 4 വർഷം അത് മാറ്റിവെച്ചു. ഈ 4 വർഷം സ്ത്രീകളുടെ ജീവിതത്തിൽ, സിനിമയിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കുറേ ഇൻസിഡൻസ് ഇല്ലാതെയാക്കാൻ ചിലപ്പം ഇത് 4 വർഷം മുന്നേ വന്നിരുന്നുവെങ്കിൽ സഹായകമായേനെ. അതുമാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള കാര്യം. അത് സംഭവിച്ചില്ലല്ലോ, 4 വർഷം മുന്നേ വന്നില്ലല്ലോ, കുറേ സ്ത്രീകളും കൂടി സഫർ ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളതൊരു റിയൽ റീസണാണ്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ പോലും നമ്മൾ പോസിറ്റീവ് സൈഡ്സ് നോക്കുമ്പം കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുള്ളൂ, ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. കേരളത്തിൻ്റെ പുറത്ത് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയും വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലൊന്നുമല്ല. ഇന്നിപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. 4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും മല്ലപ്പോക്കാണെങ്കിലും അത് പുറത്തു വിട്ടു. സ്ത്രീകളെല്ലാം മനസ്സിൽ എന്താ പറയുക കെട്ടിവെച്ചിരുന്നത്, ഇപ്പം അലയൊളികൾ എന്ന് പറയില്ലേ, ഒരു കല്ല് വീണിട്ടുണ്ട്, അതിൻ്റെ അലയൊളികളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു പങ്കും സ്വാഭാവികമായിട്ടും സെക്ഷൽ ഹറാസ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് വരുന്നത്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. ഹേമ കമ്മിറ്റി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്കും കൂടി ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ മീഡിയേൻ്റെയും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുടെയും ശ്രദ്ധ പോവേണ്ടതുണ്ട്. അതാണ് ആ ഒരു ഷിഫ്റ്റ് ഫോക്കസ് ആണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. അവിടെ തന്നെയാണ് ഇപ്പോൾ പരക്കുന്ന വാർത്തകളും ട്രോളുകളുമാണ്. പരസ്പരം ട്രോളിയിട്ട് ഈ ട്രോളുകളിലേക്ക് ചില മൂല്യബോധം ഇല്ലാത്ത ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത്. ട്രോള് അപ്പോഴത്തെ ഒരു ചിരി ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും അതിന് ഉണ്ടാവണമെന്നില്ല, ഉണ്ടായിക്കൂടാന്നുമില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹരാസ്മെൻറ്റിൽ പെട്ടതാരാണ് ഇല്ലെങ്കിൽ പെടുത്തിയതാരാണ്, ഈ 2 പേരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടം നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോൾ WCCയുടെ പാർവതിയൊക്കെ സംസാരിച്ചിരുന്നു. ഇത് നിങ്ങൾ ഇപ്പോൾ ആൾക്കാരുടെ മുഖം തേടി നടക്കണ്ട, എന്താണെന്ന് നോക്കണ്ട, ഇതിൻ്റെ ഫോക്കസ് പോയിന്റ് അതല്ല. ഫോക്കസ് പോയിന്റ് ഈ ആ മുഖം അല്ലെങ്കിൽ വേറൊരു മുഖമാണ് ഇവിടെ ഉള്ളത്, ആ ഘടനയാണ് വ്യത്യാസം വരുത്തേണ്ടത്. അപ്പോൾ പോളിസി ചേഞ്ച് ആണല്ലോ WCC മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഗതിയില്ലേ, ഇതെങ്ങനെയാണ് അനുകൂലമാവുക, അല്ലെങ്കിൽ ഇത് വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് ഈ പ്രശ്നത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ AMMA തന്നെ എന്താണ് നിലപാടെടുക്കേണ്ടതെന്ന് പകച്ചു നിന്നു, എന്നിട്ട് ഒടുവിൽ കൂട്ടരാജിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ വാർത്തകളും ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഫോക്കസ് ചെയ്യും എന്നാണ് WCC കരുതുന്നത്? ഒന്ന്, ഇപ്പം വരുന്ന വാർത്തകൾ നമ്മൾ തള്ളിപ്പറയണ്ട. കാരണം എന്താ വെച്ചാൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികവും ശാരീരികവുമായി ഏറ്റവും ഒരു വലിയ മുറിവാണ്. അതുകൊണ്ട് അവൾ പറയാനൊരു അവസരം കിട്ടിയാൽ അവരത് പറഞ്ഞിരിക്കും. ഇത് പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ അവർക്ക് ഒരു അവസരം ഒന്നും കൂടി കിട്ടിയപ്പോൾ അവർ പറയാൻ തുടങ്ങി. ചില ആൾക്കാർക്ക് പറയാനേ അവസരം കിട്ടിയില്ല, അവർ പറഞ്ഞു. അപ്പം അതൊരു ഭാഗത്ത് നടക്കട്ടെ. നേരെ മറിച്ചിട്ട്
WCC ചെയ്ത ഇപ്പം എപ്പോഴും ഈ കാര്യം തന്നെ ഉണ്ടല്ലോ, കാരവനിൽ ഇരുന്നൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പം പോലും WCC ഒരു വലിയൊരു ലീഗൽ ഫൈറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് IC കൊണ്ടുവരാൻ, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി കൊണ്ടുവരാനുള്ള പണികളായിരുന്നു. അതിൽ പിന്നീട് വനിതാ കമ്മീഷൻ കക്ഷി ചേരുകയും ചെയ്തു. ആ സമയത്തും കേരളത്തിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് മാറി നിൽക്കണം, അവരിതിനോട് റെസ്പോണ്ട് ചെയ്തില്ല, അവരിതിനോട് കക്ഷി ചേർന്നില്ല, അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കരുതിയില്ല. പക്ഷേ ഗവൺമെൻറ് തീരുമാനിച്ചു എല്ലാ ഇൻഡസ്ട്രിയിലും മുഴുവൻ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിലും IC വേണമെന്ന് തീരുമാനിച്ചു. വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊടുത്തു. ഇതാണ് പോളിസി ആയിട്ടുള്ള ചേഞ്ചിന് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തത്. നമ്മളിതിങ്ങനെ ഇന്ന പ്രശ്നമുണ്ട് എന്ന് മാത്രം പറയുകയല്ല ചെയ്തത്. അത്തരം പ്രശ്നങ്ങൾ ഇനി ഇൻഡസ്ട്രിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്ന് IC ആണ്. ആ IC കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരം കംപ്ലൈൻറ്റുകളെല്ലാം ICയിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഫെഫ്കയുടെയും എല്ലാ ജനറൽ സെക്രട്ടറിമാർക്കും അവർക്ക് 20-21 ഇതുണ്ടല്ലോ, യൂണിയനുകളുണ്ടല്ലോ ഫെഫ്കയുടെ അംബർലയുടെ കീഴിൽ. ആ യൂണിയൻ മെമ്പേഴ്സിനൊക്കെ, യൂണിയനിലെ സെക്രട്ടറിമാർക്ക് എങ്ങനെ ഹേമ കമ്മിറ്റിയെ കൈകാര്യം ചെയ്യണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ പോയിൻറ്റ്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് രേഖ നമുക്കൊക്കെ അവൈലബിൾ ആയിരുന്നു, പലയിടത്തുനിന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് അത്ഭുതം തോന്നി. കാരണം എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ എങ്ങനെ ആ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് കൂടുതലും നോക്കിയില്ല. പക്ഷെ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം IC ഉണ്ട്. ഇപ്പം പഴയതുപോലെയല്ല, എല്ലാ പ്രൊഡക്ഷനിലും IC ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഫെഫ്ക അതിനോട് സഹകരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഫെഫ്കയുടെ യൂണിയൻ സഹകരിക്കുന്നുള്ളൂ എന്നാണ്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഫെഫ്കയുടെ മെമ്പേഴ്സ് പങ്കെടുത്തിട്ട് കുറച്ച് കാലമായി. ആദ്യത്തെ കുറച്ച് മീറ്റിങ്ങിന് വന്നതിന് ശേഷം അവരാരും ആ വഴിക്ക് വന്നിട്ടേ ഇല്ല. അതൊരു കാര്യം. രേഖകളിൽ ഇപ്പം IC ഉണ്ട് മിക്കവാറും. കാരണം എന്ന് വെച്ചാൽ ചേംബർ വളരെ സ്ട്രോങ് ആയിട്ട് IC ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ നടത്താവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ സീരിയസ്ലി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വളരെ പാട്രിയാർക്കലായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പെട്ടെന്നൊരു IC വരുന്ന സമയത്ത് ഈ IC എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് ആളുകളുടെ പേരുകൾ എഴുതിയിട്ട് രജിസ്ട്രേഷൻ അങ്ങോട്ട് നടത്തും. ഈ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ പേര് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾക്ക് പോലും അറിയണ്ടാവില്ല. എൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അറിയണമെന്നില്ല അവിടെ ഒരു കമ്മിറ്റിയിൽ ഞാനുണ്ട് എന്നുള്ളത്. അതൊന്നും ഇൻഫോം ചെയ്യില്ല. ഈ IC ഉണ്ട് എന്നുള്ളതിന് നമ്മൾ തെളിവായിട്ട് യൂണിറ്റിൻ്റെ വാനിലൊക്കെ ഒട്ടിച്ചു വെക്കണം എന്നൊക്കെയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇപ്പം തോന്നുന്നു അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എല്ലാവരെയും ഇൻഫോം ചെയ്യുക എന്നുള്ളത്. മൊത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, എല്ലാവരെയും ഇൻഫോം ചെയ്യുമായിരിക്കുന്നത്. പക്ഷേ ആരെയും അത് ഇൻഫോം ചെയ്യുന്നില്ല. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളായി കുട്ടികൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും IC ഉണ്ടാവുമല്ലോ നിങ്ങളുടെ പ്രൊഡക്ഷനിൽ. അയ്യോ ഞങ്ങൾക്ക് അറിയില്ല മാഡം, ഞങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുക. അപ്പോൾ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പം അതിൽ കുറേ കൂടി പണിയെടുക്കാനുണ്ട്. അത് എല്ലാവരും ഒന്നിച്ചെടുത്താലേ, ഇതിപ്പം ഇഷ്യൂ ടാക്കിൾ ചെയ്യാനാണ്. IC വേണമെന്ന് WCC പറഞ്ഞു, ഗവൺമെൻറ് അത് തീരുമാനിച്ചു അത് കൊടുക്കുക എന്നുള്ളത്, IC വേണമെന്നുള്ളത് ഗവൺമെൻറ് പോളിസി ആയിട്ട് മാറ്റി. അപ്പം ഞങ്ങൾ ആ പണിയെടുത്തു. അതായത് ഞങ്ങൾ രജിസ്ട്രേഷന് IC ഉണ്ടാക്കി. അത് കറക്റ്റാണ്. എല്ലാ പ്രൊഡക്ഷനിലും ഇപ്പം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, IC വേണമെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്തിനാ ICയെ കുറിച്ചിട്ട് എല്ലാ പ്രൊഡക്ഷനിലുള്ള ആളുകൾക്കും അറിയുമോ? നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഡക്ഷനിൽ IC ഉണ്ട്, നിങ്ങൾ ആരാണ് ഉറപ്പ് വരുത്തുന്നത്? ഇപ്പം ചേംബറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ റിയലായിട്ടും IC നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ എല്ലാവരെയും അറിയിക്കണമല്ലോ. ആ പ്രൊഡക്ഷനിലുള്ള എല്ലാവരെയും അറിയിച്ചാലല്ലേ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ICയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ് വേണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ട പണികളിൽ ഒന്ന്, ജെൻഡർ സെൻസിറ്റൈസേഷൻ യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ്റെ ലെവലിൽ നടക്കേണ്ടതുണ്ട്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെയൊക്കെ ലെവലിൽ ആ വിഭാഗത്തിന് കുറച്ചുകൂടി ജെൻഡർ സെൻസിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം രണ്ട് കാര്യങ്ങൾ, ഒന്ന്
IC എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ICയിലൂടെ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ പരിഹരിക്കാം. നിങ്ങളുടെ പ്രൊഡക്ഷനിൽ ഇന്ന ആളുകൾ ചേർന്ന ഒരു IC ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ട്. ആ അറിയാനുള്ള അവസരം നമ്മൾ എത്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പം ആ പണി എടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? അതെല്ലാവരും കൂടി ചേർന്ന് എടുക്കേണ്ടതാണ്. മോണിറ്ററിംഗ് കമ്മിറ്റി ഒക്കെ കൂടി ചേർന്ന് ഗൗരവമായിട്ട് അതിന് പണികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ഫെഫ്കെ ആയാലും അവരുടെ രേഖകളിൽ ഇപ്പം ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം അവർ നൽകുന്ന രേഖകളിൽ ICക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. അത് റിയലായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് രേഖകളിലുണ്ട്. അതുകൊണ്ട് IC ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അത് റിയലായിട്ടും നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന പണികൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളും കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളും കൂടി അതിൽ പണിയെടുക്കേണ്ടതുണ്ട്. നമ്മളുടെയും കൂടി പണിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പം കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് ഞാൻ ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2013 മുതലാണ് ഞാൻ ഗൗരവമായിട്ട് ഷട്ടറിന് ശേഷമാണ് ഒരർത്ഥത്തിൽ ഞാൻ ഗൗരവമായിട്ട് ഇൻഡസ്ട്രിയിൽ പണിയെടുക്കാൻ തുടങ്ങിയത്. അതേസമയത്ത് തന്നെ ഞാൻ സർക്കാർ ജോലികൾ ചെയ്യേണ്ടത് ഇതെല്ലാം ചെയ്തുകൊണ്ടാട്ടോ ഞാൻ അഭിനയിക്കും. ഞാൻ ഫുൾ ടൈം ആക്ടിങ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഒരിക്കലും ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു 40 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു 4-5 പടങ്ങളിലാണ്. അപ്പോൾ 1 ലക്ഷത്തിൻ്റെ മുകളിൽ വാങ്ങിക്കുന്ന എല്ലാവർക്കും സ്റ്റാമ്പ് പേപ്പറിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്നും അതിന് താഴെയുള്ളവർക്ക് ലെറ്റർ ഹെഡിൽ സൈൻ ചെയ്യണമെന്നുമാണ് നിബന്ധന. അതാണ് ഞാൻ മനസ്സിലാക്കിയില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രേഖകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ എത്ര പേർക്ക് അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്? അപ്പം നമ്മളെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പറയും 4 ദിവസം വർക്ക് ഉണ്ട് കേട്ടോ ചേച്ചി എന്ന് പറയും. എത്രയാണ് പേയ്മെൻറ്റ് ചോദിക്കും. അപ്പം ഞാൻ ഒരു പേയ്മെൻറ്റ് പറയുന്നു. അതിൻ്റെ പകുതി പേയ്മെൻറ്റ് അവരിങ്ങോട്ട് പറയുന്നു. വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു എമൗണ്ട് അവർ ഫിക്സ് ചെയ്യുന്നു. ആ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു അഡ്വാൻസ് നമുക്ക് തരുന്നു. 4 ദിവസമാണ് ചേച്ചി എന്ന് ഫോണിലൂടെയാണ് പറഞ്ഞത്. പക്ഷെ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഈ 4 ദിവസം ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും ഈ 4 ദിവസം തീരുന്നുണ്ടാവും. ഒന്നിച്ചിട്ടൊന്നും ആവില്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ സ്റ്റക്കാണ് ആ വർക്കിന് വേണ്ടിയിട്ട്. പിന്നെ അഡ്വാൻസ് കഴിഞ്ഞിട്ട് പിന്നെ പണം ചോദിക്കുമ്പോൾ ഡബ്ബിങ്ങിന് തരാമെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവും ആ പടത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമുക്കിവിടുത്തെ ആരോടും ചോദിക്കാനില്ല. കാരണം കോൺട്രാക്റ്റ് ഇല്ല നമ്മളെ കയ്യിൽ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പം നാട്ടുനടപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു തുക കോൺട്രാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു തരും എന്നാണ് അവർ പറയുന്നത്. ശരിയായിരിക്കും. പക്ഷെ ആരാണ് ഈ 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുമാനമുള്ള നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമോ? അതിനേക്കാൾ നല്ലത് ഒരു സ്ട്രക്ചറലായിട്ടുള്ള ആ ചേഞ്ചസ് നമ്മൾ വരുത്തുകയല്ലേ നല്ലത്. അതായത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിൻ്റെ മുൻകൈയിൽ തന്നെ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ചെയ്യാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഒരു വലിയ പടത്തിലൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, അത് പോസിബിൾ ആവും എന്നെനിക്ക് മനസ്സിലായത് ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു. ഒറ്റ ദിവസം ഒറ്റ സീനിലാണ്, 1-2 സീനിലാണ് ഞാൻ അഭിനയിക്കുന്നത്. പക്ഷേ എനിക്ക് ഡോണിൻ്റെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ പറയുമ്പോൾ അത് ഇടുക്കി വളരെ ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലത്താണ് ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞു. ഞാൻ സൈൻ ചെയ്യുന്നു, എനിക്ക് അഡ്വാൻസ് വരുന്നു. എനിക്ക് പോവേണ്ട ഹോട്ടലിൻ്റെ വിഷ്വൽ, ചിലൊരു ഫോട്ടോ എല്ലാം എനിക്ക് ഓൾറെഡി അവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എനിക്ക് അയച്ചു തരുന്നു. അത് നോക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു അവിടുത്തെ. അപ്പം ഞാൻ ചോദിച്ചു എല്ലാവർക്കും ഞാൻ അത്ഭുതപ്പെട്ടു, അയ്യോ കോൺട്രാക്റ്റ് ഒക്കെ വരുമോ എന്നുള്ളത്. എല്ലാവർക്കും കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, ചെറുതും വലുതുമായ എല്ലാവർക്കും അവിടെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പൈസ അയച്ചു തന്നു. ഇത് കൃത്യമായിട്ട് പൈസ തരുന്ന അല്ലാതെയുള്ള കുറേ പ്രൊഡക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും പൈസ പറ്റിക്കുന്ന ആൾക്കാരെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു തൊഴിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഡിസ്കഷൻസ് മാറേണ്ടതുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഏറ്റവും അധികം ഇപ്പോൾ സംസാരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അവരാണ് ഏറ്റവും അധികം വിവേചനത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ. വിവേചനമാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്.
അവർ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്. അവർക്ക് ഇപ്പം പലപ്പോഴും അവർക്ക് ഇപ്പം ഞങ്ങൾക്ക് ചിലപ്പം ഇപ്പം 4 വർഷം കൊണ്ട് ഇൻഡസ്ട്രിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ തന്നെ ഇപ്പം ഞാൻ ഷട്ടറൊക്കെ ചെയ്യുമ്പോൾ ഒരു വീട്ടിലാണ് നമ്മൾ സൗകര്യങ്ങളുള്ളത്. അതിന് ശേഷമുള്ള പല പടങ്ങളിലും അങ്ങനെയൊക്കെയാണ്, പല പല വീടുകളിലും. കാരവൻസ് വന്നത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അപ്പോൾ കാരവൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു 4-5 പേർക്കെങ്കിലും ചേർന്നിട്ട് ഒരു കാരവനിൽ ഒരു സെക്ഷൻ നമുക്ക് തരും. അത് കുഴപ്പമില്ല, അതെങ്കിലും ഉണ്ടല്ലോ. മിനിമം ടോയ്ലറ്റിൽ പോകാനും ഒക്കെ വസ്ത്രം മാറാനും ഉള്ള സേഫ് ആയിട്ടുള്ള സ്ഥലമാണത്. അത് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്, അതൊരു വലിയ മാറ്റം തന്നെയാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അതുപോലും അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. അവരെവിടുന്നെങ്കിലുമൊക്കെ പാവങ്ങൾ ഡ്രസ്സ് മാറ്റുന്നു, പിന്നെ ടോയ്ലറ്റ് എവിടെയെങ്കിലുമൊക്കെ. ചിലപ്പോൾ ഇവർ വലിയ പ്രൊഡക്ഷനൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അവരെന്തെങ്കിലും യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, അവിടുന്ന് പോകുമായിരിക്കും. പക്ഷെ വലിയൊരു പങ്ക് ഇതൊന്നും ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല, അവരെവിടെ എന്താ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇനി ഇതൊക്കെ ചെയ്താൽ പോലും അവർക്ക് പ്രൊഡക്ഷൻ തീരുമാനിച്ച ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ, ആ ഫണ്ട് ഡെയിലി ഇത്ര കൊടുക്കണം എന്തൊക്കെയോ കണക്കുണ്ട് തോന്നുന്നുണ്ട്, അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. കാരണം ഇടനിലക്കാരാണ് അതും വലിയൊരു പങ്കും അത് അടിച്ചു മാറ്റുന്നത്. അപ്പം ഇവരുടെ പേരിലേക്ക് തന്നെ അവരുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. ഇതൊരു ഗംഭീര ഇൻഡസ്ട്രി അല്ലേ. അതായത് പല ലെവലിലുള്ള ആളുകൾ പണിയെടുക്കുന്ന, ക്രിയേറ്റീവ് സൈഡുണ്ട്, പ്രൊഡക്ഷൻ സൈഡുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് പണിയെടുക്കുന്ന, ഓരോന്നിനും പല പല സെക്ഷൻസ് ഉണ്ട്. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആലോചിക്കുമ്പം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത്. പക്ഷെ പ്രോപ്പറായിട്ടുള്ളൊരു യോജിപ്പുണ്ടെങ്കിൽ വലിയൊരു പങ്കും പ്രശ്നങ്ങളും പരിഹരിക്കും. വേറൊരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയില്ലത്, ഇത് ഞാൻ ഒരു പുറത്ത് ചില ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടെന്നുള്ളത് മാത്രമേ. ഇപ്പം ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ 6 to 9 ആണല്ലോ വർക്ക് ടൈം എന്ന് പറയുന്നത്. ആ ടൈം യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയിലേക്ക് സ്ത്രീകൾ വരാൻ വേണ്ടി ഇതൊരു വേറൊരു തോട്ടാണ്. ഇത് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ പറഞ്ഞാൽ അവർ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രോള് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരു അക്കാഡമിക്കലിയും കൂടി ഇത് പഠിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ 6 to 9 നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസായി ഇത് മാറുമുള്ള പ്രശ്നം വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഇതിലേക്ക് വരാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മൾ കുടുംബത്തിൻ്റെ പണികളും ചെയ്യുന്നുണ്ട്, കുടുംബത്തിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പ്ലസ് ഇതും കൂടി ചെയ്യുമ്പം ഒട്ടും തന്നെ സ്ത്രീകൾക്ക് ഒരു ഇൻ ബിറ്റ്വീൻ വന്ന് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്പേസിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അതിലേക്ക് കൊടുക്കണം. മറ്റു ജോലികൾക്ക് ഇപ്പോൾ ടീച്ചിങ് ജോലി നിങ്ങൾ പോകുന്നു, പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു, അത് പോസിബിളാണ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നവർക്ക് ഹെയർ ഡ്രസ്സേഴ്സൊക്കെ, ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹെയർ ഡ്രസ്സർ രാവിലെ 5 മണി 4 മണിക്കൊക്കെ അവരെ ഭർത്താവ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും, എന്നിട്ട് അവർ ആ ബസ് പിടിച്ച് ഈ പ്രൊഡക്ഷനിലേക്ക് വരും. അതേപോലെ രാത്രി 8:30 ആകുമ്പോഴത്തേ അവരുടെ മുഖം മാറുന്ന കാണും. അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ 9:30 വരെയും എക്സ്റ്റൻഷൻ പോകുമായിരിക്കും വർക്ക്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ ഹെയർ മാത്രമേ നോക്കാറുള്ളൂ, ഞാൻ പറയും ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ, പ്രൊഡക്ഷനിൽ ചോദിച്ചിട്ട് പൊക്കോ എന്ന് പറയും. ഇങ്ങനെ അവരുടെ മുഖം നമുക്ക് ആ ഒരു ടെൻഷൻ മനസ്സിലാവും. ഈ ഒരു പണിയുടെ പ്രശ്നം അതാണ്. ഒരു 6 to 9 എന്നുള്ള ആ ടൈം പീരീഡിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര തമാശയായിട്ടായിരിക്കും ആളുകൾ എടുക്കുക. പക്ഷേ എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ്, അത് പോസിബിലിറ്റി ഉണ്ടോ? ഇതൊക്കെ ഇരുന്ന് പോളിസി മേക്കിങ്ങിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ലോങ് ടേമിലേ നടക്കുള്ളൂ, പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതിൻ്റെയൊക്കെ പല രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സമ്പൂർണ്ണമായ ഒരു പെർഫെക്റ്റ് ആയുള്ള റിപ്പോർട്ടായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അതിൽ ധാരാളം പാളിച്ചകളുള്ള, പല അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഭയങ്കര പ്രോബ്ലമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയൊന്നും വന്നല്ലോ, ഇനി നമുക്ക് മുന്നോട്ട് പോവാലോ, അത്രയെങ്കിലും ആയല്ലോ.